നമസ്കാരം. എരുമേലി ശ്രീനിവരത്തുകാർക്ക് ഇപ്പോഴും ആ നടക്കുന്ന സംഭവം മറക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുടുംബം കത്തിയമർന്ന് ഇല്ലാതായി എന്നത് അവർക്ക് നടുക്കത്തോടെ മാത്രമേ ഓർത്തെടുക്കാൻ കഴിയുന്നുള്ളൂ. ഒരു നിമിഷത്തെ അവിവേകമാണ് ഒരു കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മകൾ എന്നിവരുടെ ജീവനെടുത്തത്. ഭാഗ്യം കൊണ്ട് മാത്രം മകൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ മരണം 4 ആകുമായിരുന്നു. അടുത്തുള്ള വീടുകളിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ അതിലേറെ വലിയൊരു ദുരന്തമായി മാറുമായിരുന്നു. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ദമ്പതികളുടെ മകൾ അഞ്ജലിയുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കുടുംബത്തെ കൂട്ടമരണത്തിലേക്ക് നയിച്ചത്. ജൂബിലി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ എരുമേലി കനകപ്പലം ശ്രീനിപുരം പുത്തൻപുരയ്ക്കൽ സത്യപാലൻ, ഭാര്യ സീതമ്മ എന്ന് വിളിക്കുന്ന ശ്രീജ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. ദമ്പതികളുടെ മകൻ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന അഖിലേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാരമായി പരുക്കളുണ്ടെങ്കിലും അഖിലേഷിന്റെ നില ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മകന്റെ മൊഴിയും മറ്റും അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മകൾ അഞ്ജലിയുടെ പ്രണയബന്ധത്തെ ചൊല്ലി കുടുംബത്തിൽ തർക്കമുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപാണ് വിദേശത്ത് നഴ്സായി ജോലി ചെയ്തിരുന്ന മകൾ അഞ്ജലി നാട്ടിലെത്തിയത്. ജൂബിലി സൗണ്ട്സ് എന്ന പേരിൽ മൈക്ക് സെറ്റ് സ്ഥാപനം നടത്തുന്നയാളായിരുന്നു സത്യപാലൻ. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവാവുമായി അഞ്ജലി പ്രണയത്തിലായിരുന്നു. ഈ യുവാവ് ഇന്നലെ വീട്ടിലെത്തി യുവതിയെ വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. പോകാൻ യുവതി സന്നദ്ധമായി. യുവാവിനൊപ്പം മകൾ പോകുമെന്നറിഞ്ഞപ്പോൾ കഥകടച്ച് മകളെ വീടിനകത്താക്കി തടഞ്ഞ അമ്മയും അച്ഛനും മകളോട് പോകരുതെന്ന് കർശനമായി ആവശ്യപ്പെട്ടു. ഇത് കൂട്ടാക്കാതെ മകൾ തന്റെ നിലപാടിൽ നിന്നും പിന്മാറിയില്ല. യുവാവ് തിരികെ പോയ ശേഷം വീട്ടിൽ വഴക്ക് തുടർന്നു. വിവാഹത്തിന് സമ്മതം മൂളിയില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്നും അഞ്ജലി പറഞ്ഞു. തുടർന്ന് നീ എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ പുറത്തു പോകില്ലെന്ന് ശ്രീജ ഭീഷണി മുഴക്കി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾക്കും ജനറേറ്ററിനുമായി സത്യപാലൻ പെട്രോൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ പെട്രോൾ എടുത്ത് ശ്രീജ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് വിവരം. ശ്രീജയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അഞ്ജലിക്കും സത്യപാലനും ഗുരുതരമായി പൊള്ളലേറ്റു. അതിനിടെ വീട്ടിലേക്ക് തീ പടർന്നു. അതേസമയം സത്യപാലനാണ് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീ വെച്ചതെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വീട്ടിലെ വഴക്കിനിടയിൽ താൻ ശുചിമുറിയിൽ കയറി കഥകടച്ചെന്നും ആ സമയം അമ്മ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയെന്നുമാണ് അഖിലേഷ് കൊടുത്ത മൊഴി. പെട്രോൾ പടർന്ന ഭാഗങ്ങളിലെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ തീ പടരുകയും ദേഹത്ത് തീ ആളുന്നതിന്റെ പ്രാണരക്ഷാർത്ഥം അമ്മ വീടിനുള്ളിൽ ഓടുകയും ചെയ്തപ്പോൾ അടച്ചിട്ട വീടിനുള്ളിൽ ആളിപ്പടർന്ന തീ വ്യാപിച്ച് വൈദ്യുതിയും വീടിനുള്ളിൽ ഉപകരണങ്ങളും കത്തിയതോടെ ഭർത്താവും മകളും തീയിൽപ്പെട്ടതാണെന്നുമാണ് പോലീസിന്റെ നിഗമനം. തീ പിടിച്ച് പുറത്തേക്ക് ഓടിയ അഞ്ജലി റോഡിലേക്ക് ഓടിയെത്തി വീണു. അഞ്ജലിയെ ഉടനെ എരുമേലി സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നാട്ടുകാർ വെള്ളമൊഴിച്ച് വീടിനുള്ളിലെ കനത്ത തീയും പുകയും അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. അഖിലേഷിന് ഇതിനിടയിലാണ് പുറത്തു കടക്കാനായത്. തീയും പുകയും കരിഞ്ഞ ഗന്ധവും വൈദ്യുതി ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവുമൊക്കെ രക്ഷാപ്രവർത്തനത്തെ അപകടത്തിലാക്കിയിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തിയതോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായത്. വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിലായിരുന്നു സീതമ്മയുടെ മൃതദേഹം. പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്ന സത്യപാലന് ജീവനുണ്ടെന്ന് അറിഞ്ഞതോടെ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തീവ്ര ചികിത്സയ്ക്കിടെ സത്യപാലനും മകളും വൈകുന്നേരത്തോടെ മരണപ്പെട്ടു. എരുമേലി സ്റ്റേഷനിലെ എസ്.ഐ രാജേഷ് ജി, മറ്റു പോലീസുകാരായ ബിപിൻ, രാഹുൽ, സജീഷ്, ജെയ്മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ എരുമേലി പോലീസും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.